സ്വന്തമായി ഒന്നുമില്ല, സർവവും നിന്ദാനം. സ്വസ്ഥമായി ഉറങ്ങിടാൻ സമ്പത്തിൽ മയങ്ങാതെ, മഞ്ഞിൽ സൗഭാഗ്യം നേടാനായാലും ആത്മനഷ്ടമായാൽ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ, എത്ര സ്തുതിച്ചാലും മതി വരുമോ? വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് ഇടപെടുന്ന വചനം 105-ാം സങ്കീർത്തനം അതിൻ്റെ 17-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചേ. അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു, യോസെഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. ആമേൻ. ഇതൊരു ദൂതാണ്. അവർക്ക് മുമ്പായി ദൈവം ഒരാളെ അയച്ചു. ജോസഫിനെ കുറിച്ചുള്ളൊരു ചരിത്രമാണ്. ഇസ്രയേൽ മിസ്രൈമിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിലൂടെ ഒരു ജോസഫ് പൊട്ടക്കുഴിയിലൂടെ, കാരാഗൃഹത്തിലൂടെ, കുണ്ടറയിലൂടെ കൊട്ടാരത്തിലെത്തി. അവനെ ദൈവം അവിടെ അയച്ചത് 70 പേരെ അവിടെ കൊണ്ടുവരാനും, അവരിലൂടെ വർഷങ്ങൾ കഴിയുമ്പോൾ 20 ലക്ഷം പേരായിട്ട് അബ്രഹാമിനോടുള്ള ദൂതുകൾ നിവർത്തിക്കാനും മുന്നമേ അയച്ചതാണ്. ആമേൻ. ഞാൻ ഇന്ന് നിങ്ങളോടൊരു ദൂത് പറയുന്നു. നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുവാൻ ദൈവം ആരേക്കോ നിങ്ങൾക്ക് വേണ്ടി അയക്കുന്നു. മുന്നമേ അയക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചിലരെ ദൈവം അയക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം ഇതൊരു സന്ദേശമാണ്. കൊർന്നല്യോസ് എന്ന് പറയുന്ന നല്ല മനുഷ്യൻ, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, ദാനധർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ, നീതിമാനായ മനുഷ്യൻ. പക്ഷേ ആ മനുഷ്യൻ്റെ വീട്ടിലേക്ക് ഒരു ദൂതൻ ഇറങ്ങി വന്ന് പറയുകയാണ്, നിന്നോട് സന്ദേശം പറയുവാൻ ഞാൻ ഒരാളെ അയക്കുകയാണ്. പേര് പത്രോസ്. പത്രോസിനെ അയച്ച് ഈ ദൈവ മനുഷ്യനെ തിരിച്ചതുപോലെ ദൈവം ആരെയൊക്കെയോ നിങ്ങൾക്ക് അയക്കുന്നു. കർത്താവ് പറഞ്ഞൊരു വാക്ക് കേട്ടോ, നിങ്ങൾക്ക് മുമ്പായി ഞാൻ ഗലീലയിൽ എത്തിയിരിക്കും. നിങ്ങൾ എത്തേണ്ട ചില സ്ഥലത്ത് നിങ്ങൾക്ക് മുമ്പേ ദൈവം ആരെയൊക്കെയോ അയച്ചിരിക്കുന്നു. നിങ്ങളുടെ തലമുറകൾ എത്തേണ്ട സ്ഥലത്ത് അവരെ സൂക്ഷിക്കാൻ ചിലരെ ദൈവം മുന്നമേ അയച്ചിട്ടുണ്ട്. നിങ്ങൾ പോകുന്ന രാജ്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ ദൈവം ആരെയൊക്കെ അയച്ചിട്ടുണ്ട്. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളെ സഹായിക്കാൻ ദൈവം ആരെയൊക്കെ അയച്ചിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തെ സഹായിക്കാൻ ദൈവം ആരെയൊക്കെ മുന്നമേ ഒരുക്കിയിട്ടുണ്ട്. അതെ, ആമേൻ. ജോസഫേ, മറിയേ, നീ യാത്ര ചെയ്തോ. ആമേൻ. നീ ബേത്ലഹേമിലെത്തുമ്പോൾ മാസങ്ങൾക്ക് മുമ്പേ ചില വിദ്വാൻമാരെ ഞാൻ പൊന്ന് കൊടുത്ത് അയച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവം ചിലരെ നിങ്ങൾക്കായി അയച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു. നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം കൊണ്ട്, സംരക്ഷണവും കൊണ്ട്, സമ്പത്ത് കൊണ്ട്, ആമേൻ, ആവശ്യമായതെല്ലാം കൊണ്ട്, വചനം കൊണ്ട് ദൈവം ചിലരെ അയച്ചിരിക്കുന്നു. യെസ്, നിങ്ങൾ ആ ദൂതനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക. നമുക്കൊരുമിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ഈ ദൂതം നടക്കാൻ പ്രാർത്ഥിക്കാം. യേശുവേ, നീ നൽകിയ നല്ല വചനത്തിനും പ്രോത്സാഹനത്തിനുമായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾക്കായി
കർത്താവെ, അങ്ങ് ചിലരെ അയക്കുന്നതിന് നന്ദി പറയുന്നു പിതാവെ. കർത്താവെ, ഞങ്ങളുടെ നിയോഗത്തെ പൂർത്തീകരിപ്പാൻ, ദൈവപദ്ധതിയെ പൂർത്തീകരിപ്പാനൊക്കെ പരിശുദ്ധാത്മാവെ ചിലരെ ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങളുടെ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സിനെ നീ ഞങ്ങൾക്കായി അയച്ച് അവരുമായി കണക്ട് ചെയ്യുന്നതിന് നന്ദി പറയുന്നു പിതാവെ. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി അനുഗ്രഹിക്കുന്നു, അവരുടെ ജീവിതങ്ങളെ തിരിക്കുന്ന, അവരെ സഹായിക്കുന്ന, അവർക്ക് വേണ്ടിയുള്ള ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് അവരിലേക്ക് കണക്റ്റായി വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി അനുഗ്രഹിക്കുന്നു, ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ്, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഞങ്ങൾ കുടുംബമായിട്ട് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു. ആമേൻ. സന്തോഷമായിരിക്കുക. ഈ ദൂതിൻ്റെ റിസൾട്ടുകൾ ഞങ്ങളെ അറിയിക്കണം. വലിയ വാതിലുകൾ നിങ്ങൾക്കായി തുറക്കും. ചില വ്യക്തികൾ നിങ്ങൾക്കായി എഴുന്നേൽക്കും. കർത്താവെ, ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, ഉയർത്തുന്നു യേശു നാമത്തിൽ. ആമേൻ. God bless you.